ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നല്ലൊരു നമ്മുടെ ചിക്കൻ ബിരിയാണി, വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ബിരിയാണി ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക, അതുപോലെ നല്ല ടേസ്റ്റിയും കൂടിയിട്ടുള്ള നമ്മുടെ ചിക്കൻ ബിരിയാണി ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. കേട്ടോ, നല്ല ആവി പറക്കുന്ന നമ്മുടെ ചിക്കൻ ബിരിയാണി. മണം കൊണ്ട് എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ പറ്റുന്നില്ല, അത്രക്കും ടേസ്റ്റും മണവും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ഉള്ളി എടുക്കാം കേട്ടോ. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉള്ളിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളി എടുത്തിട്ട് നീളത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് വേണ്ടത് 7 ഉള്ളിയാണ് കേട്ടോ. വലുതാണെങ്കിൽ 7, ചെറുതാണെങ്കിൽ ഒരു 8 9 അത്ര എൻ്റെ ബിരിയാണിക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ എന്നും പറയുന്ന പോലെ എനിക്ക് എൻ്റെ ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് ഞാൻ എന്നും സ്ഥിരം ഡയലോഗ് എൻ്റെത്. അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തക്കാളി എടുക്കാം. ആദ്യം തക്കാളീൻ്റെ നമ്മുടെ സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് തക്കാളി ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വലിയ 4 തക്കാളി ഇട്ട് കൊടുക്കുക. ചെറുതാണെങ്കിൽ നമുക്ക് 5 6 ഒക്കെ എടുക്കാം കേട്ടോ. വലുതാണെങ്കിൽ മീഡിയം സൈസൊക്കെ ആണെങ്കിൽ നമുക്ക് 5 തക്കാളിയൊക്കെ എടുക്കാം. അപ്പം നമ്മൾ തക്കാളി ഒന്നും കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആദ്യം ഉപ്പ്, ചിക്കൻ എടുക്കുക, അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്തിട്ട് നന്നായി കുഴച്ചിട്ട് നമ്മൾ ഇതൊന്ന് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായി കൈ കൊണ്ട് കുഴച്ചിട്ട് ഇത് കുറച്ച് ഒരു 10 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ അത്രയും ടേസ്റ്റ് കൂടുതലാണ്. എന്നിട്ട് നമ്മൾക്ക് ഇതിനെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വെക്കുക, എന്നാൽ മാത്രമേ നമ്മൾ ആ ചിക്കനൊക്കെ നന്നായി പിടിക്കുകയുള്ളൂ. ഇനി നമ്മൾ കുറച്ച് ഓയിൽ പാനിൽ ഒഴിക്കുക, എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫസ്റ്റ് തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താൽ ആ പണി അവിടെ കഴിഞ്ഞോളും. നമ്മൾ വേഗം കുക്ക് ചെയ്തിട്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പാനിൽ ഒന്ന് ഇതേപോലെ അടുപ്പ് വെച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ഇതാക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ചെയ്തിടും. അപ്പോൾ ഞാൻ ഒരു സൈഡ് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഉള്ളി ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 സൈഡും 2 അടുപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരേ സൈഡിൽ തന്നെ രണ്ടും ചെയ്താൽ വേഗം എളുപ്പമായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കവർ ചെയ്തതൊന്ന് തുറന്നു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് കിട്ടിക്കോളും. ഇനി നമുക്ക് നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മല്ലി ലീവ്സും പുതിനയും ഇതെല്ലാം കൂടിയിട്ട് ഒന്നിച്ചിട്ടാണ് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു മണമാണ് നമ്മുടെ ബിരിയാണിക്കൊക്കെ വരുന്ന മസാലയിൽ. പിന്നെ അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേറെ തന്നെ ഉണ്ടെങ്കിൽ അത് വേറെ തന്നെ ഇട്ടാൽ മതി. അതെല്ലാം നമ്മൾ ഓൺ ദ സ്പോട്ട് തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ ഉള്ളി ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. വഴണ്ട് വന്നിട്ടുണ്ട്, കുറച്ചും കൂടി ആവാനുണ്ട്. ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായാൽ മാത്രമേ നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 4 തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, എൻ്റെ ഉള്ളി ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് വരാനുണ്ട്. ഇനി ഇതൊന്നാവുന്നവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ നമ്മുടെ പച്ചമുളകിൻ്റെ പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ പച്ചമുളക് കറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ ബിരിയാണി ആയാലും നല്ല സ്പൈസി ഒക്കെ ആണെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇതിൻ്റെ കൂടെ തന്നെ അരച്ചിട്ട് നമ്മുടെ മല്ലിച്ചപ്പും പുതിനൊക്കെ ചേർക്കുമ്പോൾ ബിരിയാണിക്ക് പ്രത്യേക ഒരു മണമൊക്കെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഇട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മണമൊക്കെ വരാൻ തുടങ്ങി. ഇനി ഞാനിതിൽ മസാലപ്പൊടിയായിട്ട് ചേർക്കുന്നത് വെറും 2 മസാലയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മീറ്റ് മസാലയാണ് ഞാൻ ഏത് ബിരിയാണി ഉണ്ടാക്കുന്നതാണെങ്കിലും മീറ്റ് മസാല മാത്രമേ ഞാൻ ചേർക്കത്തുള്ളൂ. അപ്പോൾ മീറ്റ് മസാല ഒരു 1.5-2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുക. ആ മീറ്റ് മസാല ചേർക്കുന്ന സമയത്താണ് നമ്മുടെ ബിരിയാണീൻ്റെ എല്ലാ മണവും രുചിയൊക്കെ വരുന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. മീറ്റ് മസാലയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മീറ്റ് മസാല, ചിക്കൻ മസാലേനെക്കാട്ടി കൂടുതൽ ടേസ്റ്റ് നമ്മുടെ മീറ്റ് മസാലയാണ്. അതുകൂടി ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. അപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനെ ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊരിച്ച ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഓയിലും കുറച്ച് ചേർക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഓയിലുണ്ടാവും, അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചിക്കൻ്റെ മസാല അതുപോലെ തന്നെ നമ്മുടെ ചിക്കനൊക്കെ നമ്മുടെ മസാല പരങ്ങിയിട്ട് വരണം. എന്നിട്ട് അത് നമ്മളൊരു 3-4 മിനിറ്റ്സ് ഇതേപോലെ ഒന്ന് ചൂടാൻ വെക്കുക. അപ്പം നമ്മുടെ ചിക്കനൊക്കെ മസാല ഒക്കെ പിടിച്ചോളും. ഇനി നമ്മളെ മസാലയ്ക്ക് കുറച്ച് മല്ലിച്ചപ്പിട്ടാൽ അവിടെ നമ്മുടെ മസാല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെയ്ച്ചോറിട്ടിട്ട് ഇതിലേക്ക് ദമ്മിടേണ്ട പരിപാടിയാണ്. മസാലേൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബിരിയാണി വെക്കാനാണ്. കാരണം വളരെ സിമ്പിളാണ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നോർമലി കറിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ കുറേ പണിയാണല്ലേ. ഒരു പാൻ എടുക്കുക, അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മളൊരു 3 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഇനി നമ്മൾ ചേർക്കാനുള്ളത് നെയ്യാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുക. കാരണം നമ്മൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ നല്ല മണമുള്ള നെയ്യ് തന്നെ എടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ചെറിയൊരു ഹാഫ് ഉള്ളി മതി. അതിലേക്ക് നമ്മുടെ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് കുരുമുളക് ഇട്ടാൽ നെയ്ച്ചോറിന് പ്രത്യേക ഒരു ടേസ്റ്റ് കൂടുതലാണ്. അപ്പം സ്പൈസസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇപ്പോൾ എത്രയാണ് നമ്മൾ അരി എടുക്കുന്നത്, ഇപ്പം 2 ഗ്ലാസ് അരി എടുക്കുന്നുണ്ടെങ്കിൽ 4 ഗ്ലാസ് വെള്ളം. കാരണം ഞാനിവിടെ വെള്ളത്തിലൊന്നും ഇട്ടിട്ടൊന്നും വെക്കുന്നില്ല. അപ്പോൾ കറക്റ്റ് അളവിലാണ് വെള്ളം എടുക്കുന്നുള്ളത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, അങ്ങനെ. ഞാനിവിടെ പാട്ടയിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മുക്കാ പാട്ടയിലാണ് ഞാൻ അരി എടുക്കുന്നുള്ളത്. അപ്പോൾ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ 2 പ്രാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് തിളക്കാൻ വെക്കുക. നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ അതിൽ അരിയൊക്കെ ചേർക്കുന്നുള്ളത്, നെയ്ച്ചോറ് വെക്കണം. അപ്പോൾ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നമ്മുടെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് മല്ലിച്ചപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഇളക്കിയിട്ട് വേണം ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചോറ് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. അപ്പം കറക്റ്റ് നെയ്ച്ചോറ് വെന്തോ ഇല്ലേ എന്നുള്ളത് നോക്കാം. നമ്മുടെ ചോറിങ്ങനെ വെതിരുന്നുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. നമ്മുടെ മസാലൻ്റെ മുകളിൽ നമ്മുടെ ഈ ചോറ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ദമ്മിടേണ്ട പരിപാടി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ മസാലൻ്റെ മുകളിൽ നെയ്ച്ചോറിട്ടിട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ടിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് നമ്മളൊന്ന് ദമ്മിടണം. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടിയിലൊരു പാനോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് വേണം നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ നല്ല ആവി പറക്കുന്ന നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് വിളമ്പാം. നല്ല മണമൊക്കെ ഉണ്ട്. നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഇതൊന്നും ഇനി കഴിക്കാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് സലാഡും പപ്പടമൊക്കെ കൂട്ടിക്കഴിച്ച സംഭവം സൂപ്പറാണ്. അതേപോലെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. സെയിം മസാല സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. ഒരു പപ്പടം എടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഒരു പിടി പിടിക്കാൻ പോകുന്ന. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് വിത്ത് F3 ഫാഹി.